So voltage control, നമുക്ക് ടോർക്കിന്റെ ഇക്വേഷൻ ബേസിക് ഇക്വേഷൻ അറിയാം. TE എന്ന് പറഞ്ഞാൽ 3/ωs into S into E2 square into R2 dash divided by R2 square plus S x2 dash all square എന്നുള്ളതാണ്. സോ ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടു. സോ ഇഫ് യു അപ്രോക്സിമേറ്റ് E2 to be V2 എന്നുള്ള വാല്യൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 3 സോ ഇതിൽ നിന്ന് കോൺസ്റ്റന്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ആർ വേരിയിങ് ദ വോൾട്ടേജ് എലോൺ ഒമേഗ എസ് ഇസ് കോൺസ്റ്റന്റ്. പിന്നെ എന്തൊക്കെ കോൺസ്റ്റന്റ് ആണ്? R2 ഡാഷ് എല്ലാം കോൺസ്റ്റന്റ് ആണ്. സോ ഇഫ് സപ്പോസ് S is close to zero, that is NR is operating at NS, near to NS. ചെറിയൊരു സ്ലിപ്പിൽ ഓടുന്ന സമയത്ത് 0.01 ഒക്കെ ആണെങ്കിൽ S into x2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഗ്നോർ ചെയ്യാം. So ultimately you will get torque equation is proportional to S into E2 square divided by R2 dash square എന്ന് കിട്ടും into R2 dash. So this R2 in the numerator and the denominator will get cancelled. So ഈ equation ആണ് നമുക്ക് finally കിട്ടുക. Again, if E2 is approximated as V1, so this is the relation that you require here. ഇവിടെ ആവശ്യമുള്ളൊരു equation എന്ന് പറഞ്ഞാൽ ഇതാണ്. So you can see that torque TE is equal to proportional to S into V square by R2 dash എന്ന് പറഞ്ഞത്. ഓക്കെ, അവിടെ നമ്മൾ നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ if in a constant torque operation, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കോൺസ്റ്റന്റ് ടോർക്ക് ഓപ്പറേഷൻ ഫോർ ഇൻഡക്ഷൻ മോട്ടർ. ഓക്കെ, കോൺസ്റ്റന്റ് ടോർക്കിന്റെ ഓപ്പറേഷനിലാണെങ്കിൽ ഇഫ് യു റെഡ്യൂസ് V1 കുറയ്ക്കുകയാണെങ്കിൽ സോ ആസ് ടു ഗെറ്റ് R2 എന്നുള്ളത് കോൺസ്റ്റന്റ് ആയിരിക്കും. R2 will not change. So if you are reducing V2, you have to increase slip so as to make this torque to be constant. Slip അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, to hold the torque to be constant. സോ അങ്ങനെ ആകുമ്പോൾ സ്ലിപ്പ് നാച്ചുറലി ഇൻക്രീസ് ചെയ്യും. സ്ലിപ്പ് കൂടി എന്ത് സംഭവിക്കും? when slip is increased, NS minus NR by NS. If the slip is increased, the slip speed also, NS minus NR will also increase, which means the speed reduces. ആ ഒരു കൺട്രോളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോൾട്ടേജ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ ടോർക്ക് സ്പീഡ് ക്യാര വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. സോ ഐ എം റീഡ്രോയിങ് ദാറ്റ്. Okay, so ഇതില് this is the torque speed characteristics of a machine. Okay, ഇനി അതിന്റെ ഒരു ലോഡ് ടോർക്ക് ഞാൻ വരയ്ക്കുകയാണ്, TL. So if the voltage is reduced, സോ ഇവിടെയാണ് നമ്മുടെ NS എന്ന് പറയുന്ന സ്പീഡ്. സോ ദിസ് ഇസ് സ്പീഡ് 0, ദിസ് ഇസ് ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ആൻഡ് ഹിയർ യു ഹാവ് സ്ലിപ്പ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഹിയർ യു ഹാവ് സ്ലിപ്പ് ഇസ് ഈക്വൽ ടു 1. ഇത് സ്പീഡാണ് N. ഓക്കെ, സോ N ഇൻക്രീസ് ചെയ്ത് നമ്മൾ NS ആണ് സ്റ്റാർട്ടിങ്. ഇത് എക്സ് ആക്സിസ് ഇസ് N സ്പീഡ്. അപ്പം ഇതിന്റെ ഈ പോർഷനിൽ 0 ആയിരിക്കും, ഇവിടെ NS ആയിരിക്കും. നമ്മൾ വരക്കുന്ന എല്ലാ ഗ്രാഫിനും അങ്ങനെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മളെ ഇനീഷ്യൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇവിടെയാണ്, സേ A. ഓക്കെ, അപ്പം ജനറേറ്റ് ചെയ്ത ആ ടോർക്കും ആ സ്പീഡ് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് ക്ലോസ് ടു NS. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് നൗ ദ ന്യൂ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫോർ റെഡ്യൂസ്ഡ് വോൾട്ടേജ്, ഇത് റേറ്റഡ് വോൾട്ടേജ് V റേറ്റഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് വൺ, this is some V. If this is V1, this is V2. So V2 is less than V1. ആ ഒരു V2 ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഞാൻ രണ്ടാമത് വരച്ചത്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്
ഓക്കെ, സോ ആ ക്യാരക്ടറിസ്റ്റിക്സ് ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതിന്റെ ഇന്റർസെക്ഷൻ പോയിന്റ് നോക്കുവാണെങ്കിൽ, സോ ദിസ് ഈസ് ദ ന്യൂ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. അപ്പം ബി എന്നുള്ള പോയിന്റ് ആണെങ്കിൽ ദ സ്പീഡ് ഫ്രം ദ സിങ്ക്രണസ് സ്പീഡ് വിൽ ബി വെരി മച്ച് ഗ്രേറ്റർ. സോ സിങ്ക്രണസ് സ്പീഡിൽ നിന്ന് വളരെ കുറഞ്ഞിട്ടുണ്ട് സ്പീഡ്. സോ ദ സ്ലിപ്പ് ഹാസ് ചേഞ്ച്ഡ്. അപ്പൊ അതാണ് അതിന്റെ സ്പീഡ് കൺട്രോൾ എന്ന് പറയുന്നത്. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റേഞ്ച് ഓഫ് ഓപ്പറേഷൻ. സോ ഇങ്ങനെയാണ് ഇത് മാറുന്നത്. സോ ഇഫ് യു റെഡ്യൂസ് ദ വോൾട്ടേജ് ഇൻ ബിറ്റ്വീൻ ദിസ്, ഈ ഒരു ഇതിന്റെ പോർഷനിൽ ഏത് മാറ്റി കഴിഞ്ഞാലും you can change that operating point correspondingly. ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് മാറുന്നത്. ഈ പോയിന്റ് ഓഫ് ഓപ്പറേഷനിൽ നിന്നും ഈ പോയിന്റ് ഓഫ് ഓപ്പറേഷനിലോട്ട് മാറും. സോ ഇറ്റ് മൂവ്സ് അവേ ഫ്രം ദ സിങ്ക്രണസ് സ്പീഡ്. അങ്ങനെയാണ് അതിന്റെ റോട്ടർ സ്പീഡ് കുറയ്ക്കുന്നത്. റോട്ടർ സ്പീഡ് കുറഞ്ഞപ്പോൾ നാച്ചുറലി ദ മെഷീൻ ഒബ്റ്റെയിൻഡ് എ ന്യൂ സ്ലിപ്പ്. ഇത് NA/NS. ഇഫ് ദിസ് ഇസ് SA, ന്യൂ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ NS മൈനസ് NB/NS. ഇതാണ് SB എന്ന് പറയുന്നത്. സോ നാച്ചുറലി SA എന്നുള്ളത് SB-നെക്കാട്ട് ചെറുതാവും. സോ ബിക്കോസ് ദിസ് ഇസ് ക്ലോസ് ടു 0, 0-നോട് അടുത്തിരിക്കുന്നത് SA ആണ്. സോ ഇതാണ് അതിന്റെ വോൾട്ടേജ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടോർക്ക് ഓപ്പറേഷനിലാണ്. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ the maximum torque TEM has not changed. As അതേപോലെ തന്നെ SM-ഉം not changed. So in voltage control, voltage speed control, state voltage speed control നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, the maximum torque and the slip at which the maximum torque occur is not changed. ആ രണ്ട് കണ്ടീഷനും മാറുന്നില്ല. പക്ഷേ you can change the slip to make the constant operation, to get the constant torque operation. Okay, by reducing the rated voltage you can change the speed എന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന കൺക്ലൂഷൻ. ഇനി ഈ ഒരു ഓപ്പറേഷന് ഈ ഒരു ഓപ്പറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് you can either use triac or anti-parallel SCRs. സോ നിങ്ങൾ AC വോൾട്ടേജ് കൺട്രോൾ, AC വോൾട്ടേജ് കൺട്രോൾ എന്നുള്ളത് നിങ്ങൾ എക്സ്പെരിമെന്റിൽ പഠിച്ചതാണ്. സോ സിമിലർലി ബൈ വേരിങ് ദ ഫയറിംഗ് ആംഗിൾ ഓഫ് ആൽഫ യു ക്യാൻ ചേഞ്ച് ദ ആവറേജ് ഔട്ട്പുട്ട് that is available, or RMS value of voltage that is available for this induction machine, and thereby you can control the speed. Okay, so ഇത്രയാണ് സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോൾ എന്ന് പറയുന്നത് ഓഫ് ഇൻഡക്ഷൻ മെഷീൻ. സോ ഇതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതിന്റെ സ്പീഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ സ്പീഡ് റേഞ്ച് that can be varied or range of operation, range of speed എന്ന് പറയാം, range of speed operation that is limited. So the speed range that can be varied is limited. Maximum നമുക്കിത് വോൾട്ടേജ് കുറച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വരുന്നത് വരെ നമുക്ക് ഇങ്ങനെ, ഇതാണ് ഏറ്റവും മിനിമം പോസിബിൾ ആയിട്ടുള്ള ടോർക്ക് സ്പീഡ് കയറാം. ഓക്കെ, ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എവിടെയായിട്ട് വരും? ഈ SM-ലായിട്ട് വരും. SM ആയിരിക്കും. അത് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇവിടെ ഈ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ഈ ലോഡിനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് താഴെ വന്നില്ലെങ്കിൽ, ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ആ ഒരു പോയിന്റ്, ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ കടന്നു വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മാക്സിമം ടോർക്ക് ജനറേറ്റ് ചെയ്യുന്ന പോയിന്റ് ജസ്റ്റ് ഇന്റർസെക്ടിങ് ദ ലോഡ് ലൈൻ, അതുവരെയാണ് നമുക്ക് ആകെ വേരിയബിലിറ്റി, വിച്ച് മീൻസ് ദ സ്ലിപ്പ് ക്യാൻ ബി വേരിഡ് ഫ്രം S=0 ടു സം S=SM. ഇത്രയും മാത്രമാണ് മാക്സിമം പോസിബിൾ റേഞ്ച് ഉള്ളൂ. സോ ഈ മാക്സിമം സ്ലിപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ്, റോട്ടർ സ്പീഡിന് വരെ നമുക്ക് ആ സ്പീഡിനെ വേരി ചെയ്യാൻ പറ്റുള്ളൂ. സോ അതാണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ. അടുത്ത ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് ഹാർമോണിക്സ് ഇഷ്യൂസ് ഉണ്ട് ഡ്യൂ ടു പവർ കൺവേർട്ടേഴ്സ്. പവർ കൺവേർട്ടേഴ്സ് can cause higher harmonics.
higher harmonics in input side higher harmonics ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ പവർ ഫാക്ടർ ലോ ആണ്. പവർ ഫാക്ടർ ഈസ് ലോ ഡ്യൂ ടു ദിസ് പവർ കൺവേർട്ടേഴ്സിന്റെ ലിമിറ്റേഷൻസ് ആണ്. സോ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലിമിറ്റേഷനും കൂടെ ഉണ്ട്. വെൻ യു റെഡ്യൂസ് ദ വോൾട്ടേജ് വെരി മച്ച്, വോൾട്ടേജ് കുറയ്ക്കുന്നതനുസരിച്ച് so as to maintain the constant torque operation, the current drawn will be very much high. Okay, so ഇത് എന്തിന് കാരണമാവും? This causes high losses, high copper loss. ഇതും ഈ ഒരു വോൾട്ടേജ് കൺട്രോളിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. ഹൈ കോപ്പർ ലോസിന് കാരണമാവും. സോ വിച്ച് വിൽ ബ്രിങ് ഡൗൺ ദ എഫിഷ്യൻസി. അപ്പം എഫിഷ്യൻസി കുറയാനും അത് കാരണമാവും. സോ ഇതൊക്കെയാണ് വോൾട്ടേജ് കൺട്രോളിന്റെ ലിമിറ്റേഷൻസ്. സോ വി എംപ്ലോയ് ദിസ്. ദ ആപ്ലിക്കേഷൻസ് ആർ ലോ പവർ ആപ്ലിക്കേഷൻ സച്ച് ആസ് ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഒക്കെ ആവശ്യമുള്ള ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യാറ്. such as fan, blowers. Okay, അങ്ങനെ കുറഞ്ഞ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആവശ്യമുള്ള പമ്പ്സ്, അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യാറ്. സോ ഇത്രയാണ് സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോൾ എന്ന് പറയാനുള്ളത്. അതേപോലെ ദിസ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ ബിലോ റേറ്റഡ് സ്പീഡ് ഓപ്പറേഷൻ. Below rated speed operation. Above rated speed operation നമ്മൾ പോവാറില്ല. ബിലോ റേറ്റഡ് സ്പീഡ് ഓപ്പറേഷനിലാണ് നമ്മൾ സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോൾ യൂസ് ചെയ്യാറ്. ഓക്കെ, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ ഡെഡ്യൂഷൻ നമുക്ക് മനസ്സിലാക്കി എടുക്കുന്ന ഒബ്സർവേഷൻസ് ഫ്രം ദിസ് വോൾട്ടേജ് കൺട്രോൾ ഓഫ് or stator voltage control of induction motor എന്ന് പറയുന്നത്. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ